വോക്ക് വിത്ത് ശ്രീവേഷ്കർ വന്നെത്തിയിരിക്കുന്നത് കണ്ണൂർ ജില്ലയിലെ ഇരിട്ടി എടൂർ വെളിമാനത്താണ്. +2 ഡിഗ്രി കഴിഞ്ഞ് ഉന്നത പഠനം തിരഞ്ഞെടുക്കാൻ പോകുന്ന വിദ്യാർത്ഥികൾക്കായി ഏഞ്ചൽസ് എഡ്യൂക്കെയർ എന്ന സ്ഥാപനം നമ്മുടെ വെളിമാനത്ത് പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ടിപ്പോൾ ഏകദേശം 3 വർഷമായി. അപ്പോൾ നമ്മുടെ ഈ ഒരു അഡ്മിഷൻ്റെ തിരക്കും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു സമയമാണിത്. അപ്പോൾ ഇതിൻ്റെ മാനേജിംഗ് ഡയറക്ടർ ഇപ്പോൾ വോക്ക് വിത്ത് ശ്രീവേഷ്കറിനോടൊപ്പം ചേരുന്നുണ്ട്. നമുക്ക് ആ വിശേഷങ്ങളും കാര്യങ്ങളും അഡ്മിഷനെ കുറിച്ചൊക്കെയുള്ള രക്ഷിതാക്കളുടെ പരിഭവങ്ങളൊക്കെ ഒന്ന് എങ്ങനെയാണ് എന്നൊക്കെ നമുക്കൊന്ന് ചോദിച്ചറിയാം. വാ. ഹലോ, നമസ്കാരം. നമസ്കാരം. ഇപ്പോൾ നമ്മുടെ ഏഞ്ചൽസ് എഡ്യൂക്കെയറിൻ്റെ വിശേഷങ്ങളൊക്കെ ഒന്ന് ചോദിച്ചറിയാൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത്. സാറിൻ്റെ പേര് അഖിൽ. നമ്മുടെ സാറിൻ്റെ പേര് കുര്യൻ സാർ. ഇവിടുത്തെ നമ്മുടെ ഏഞ്ചൽ എഡ്യൂക്കെയറിൻ്റെ സ്റ്റാഫാണ്. ഓൾ ഇൻ ഓൾ ആണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഒന്ന് തീർച്ചയായിട്ടും നമുക്ക് പറയാം എല്ലാ കാര്യങ്ങളും. ഓക്കെ. ഇപ്പം എന്നോടൊപ്പം ഉള്ളത് ഏഞ്ചൽസ് എഡ്യൂക്കെയറിൻ്റെ മാനേജിംഗ് ഡയറക്ടറായ അഖിൽ സാറാണ്. സാറേ നമസ്കാരം. നമസ്കാരം. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം, നമ്മുടെ നാടിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഒരു ഉപകാരപ്രദമായിട്ടുള്ള ഒരു സ്ഥാപനമാണ് ഏഞ്ചൽസ് എഡ്യൂക്കെയർ. തീർച്ചയായിട്ടും ഒരുപാട് മലയോര മക്കളെ, അതെ, കാർഷിക മേഖലയാണ്. അപ്പോൾ ആ മക്കളെ ഒരു ഉന്നത വിദ്യാഭ്യാസ രംഗത്തേക്ക് വർഷങ്ങളായി ഇങ്ങനെ കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ. എങ്ങനെയുണ്ട് നമ്മുടെ ഈ സ്ഥാപനത്തിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ? സ്ഥാപനത്തിൻ്റെ പ്രവർത്തനങ്ങൾ കുഴപ്പമില്ല, നന്നായിട്ട് പോകുന്നു. നമ്മുടെ സ്റ്റാഫാണ് നമ്മുടെ ബോണ്ട്, സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ. കാരണം നല്ലൊരു കരിയർ ഗൈഡൻസ് നമുക്ക് കൊടുക്കാൻ വേണ്ടി പറ്റുന്നുണ്ട് സ്റ്റുഡൻസിന്. ഓൺലൈനായിട്ടും പിന്നെ അതേപോലെ തന്നെ ഓഫ്ലൈനായിട്ടും ഒരുപാട് സ്റ്റുഡൻസ് നമുക്ക് വരുന്നുണ്ട്. അഡ്മിഷൻസ് അത്യാവശ്യം നന്നായിട്ട് വരുന്നുണ്ട്, ഭംഗിയായിട്ട് പോകുന്നു. അപ്പോൾ ഞാൻ ഒരു കാര്യം ചോദിക്കാം. ഇപ്പോൾ കേരളത്തിൽ ഡിഗ്രി പഠിക്കുന്നതും കർണാടകത്തിൽ ഡിഗ്രി പഠിക്കുന്നതും തമ്മിലുള്ള ഒരു വ്യത്യാസം സാറിൻ്റെ ഒരു കാഴ്ചപ്പാടിൽ? കേരളത്തിലും കർണാടകയിലും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, കേരളത്തിൽ നമുക്ക് അധികമായിട്ടില്ല ആഡ് ഓൺ പ്ലാൻസ് വന്നിട്ട്. നമുക്ക് ആഡ് ഓൺ പ്ലാൻസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ BBA കോഴ്സ് ഉണ്ട്, BCA കോഴ്സ് ഉണ്ട്, BCom, അങ്ങനെ ACCA, അങ്ങനെ ഒരുപാട് ആഡ് ഓൺ കോഴ്സസ് വരുന്നുണ്ട്. നമുക്ക് ആഡ് ഓൺ കോഴ്സുകളിൽ നമുക്ക് കർണാടകയെ സംബന്ധിച്ചിടത്തോളം ആ ആഡ് ഓൺ കോഴ്സുകൾ നേരത്തെ മുതലേ നമുക്ക് അവൈലബിൾ ആണ്. ഇപ്പോൾ കേരളത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം 2-3 കോളേജുകളിലൊക്കെ ആയിട്ടാണ് ഈ ആഡ് ഓൺ പ്ലാൻസ് വന്നത്. പൊതുവെ ആഡ് ഓൺ പ്ലാൻസ് ഇല്ല, സാധാരണ ഒരു പ്ലാനാണ്. അതായത് BBA ആണെങ്കിൽ BBA മാത്രം, BCA ആണെങ്കിൽ BCA മാത്രം, BCom ആണെങ്കിൽ BCom മാത്രം, അങ്ങനെയുള്ള പ്ലാനാണ് ശരിക്കും കേരളത്തിലുള്ളത്. അപ്പോൾ ഇവിടെ വരുന്ന സ്റ്റുഡൻസിന് നമുക്കിപ്പോൾ കോഴ്സ് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മികച്ച കോഴ്സ് ഏതാണ്? ഇപ്പോൾ മെഡിക്കൽ, പാരാമെഡിക്കൽ, അങ്ങനെ ഏത് കോഴ്സാണ് അപ്പോൾ നോക്കുന്നത്? ഓക്കെ. ഇപ്പോൾ മെഡിക്കലിലോട്ട് വരുമ്പോൾ നമുക്ക് ബയോളജി സയൻസ് നമുക്ക് നിർബന്ധമാണ് മെഡിക്കൽ കോഴ്സസുകൾ എടുക്കാൻ വേണ്ടി. അലൈഡ് ഹെൽത്ത് ആണെന്നുണ്ടെങ്കിലും BSc നേഴ്സിംഗ് പോലുള്ള കോഴ്സുകളാണെന്നുണ്ടെങ്കിലും ബയോളജി സയൻസ് നിർബന്ധമായിട്ടും നമുക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് BScയിൽ വരുവാണെന്നുണ്ടെങ്കിൽ ഓപ്പറേഷൻ തിയേറ്റർ ടെക്നോളജി, പിന്നെ അതേപോലെ തന്നെ മെഡിക്കൽ ലാബ് ടെക്നോളജി, പിന്നെ അതേപോലെ തന്നെ MIT പോലുള്ള കോഴ്സുകൾ, പിന്നെ എമർജൻസി മെഡിസിൻ, റെസ്പിറേറ്ററി, കാർഡിയാക് കെയർ, അങ്ങനെയുള്ള കോഴ്സുകൾക്ക് ഏറ്റവും കൂടുതൽ ഓപ്പർച്യൂണിറ്റീസ് ചാൻസസും വളരെ കൂടുതലാണ്. പുറത്തോട്ട് ഔട്ട്സൈഡിലോട്ട് നല്ല ജോബ് സാധ്യതയുള്ള വേക്കൻസീസ് ഉള്ള, ഇപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ വേക്കൻസീസിൻ്റെ ലിസ്റ്റ് എടുത്ത് നോക്കിയപ്പോൾ നൗക്കറി പോലുള്ള സൈറ്റുകൾ നോക്കിയപ്പോൾ ഇതിൻ്റെ ഒരു വലിയൊരു ശേഖരമാണ്, വലിയൊരു ഓപ്പർച്യൂണിറ്റീസ് ആണ് കാണുന്നത് തന്നെ. 1 വർഷം ഇല്ലെങ്കിൽ 2 വർഷം എക്സ്പീരിയൻസ് ആക്കി പോവുകയാണെന്നുണ്ടെങ്കിൽ പിള്ളേർക്ക് നല്ല ചാൻസസ് ആണ്. നേഴ്സിങ്ങിന് മാത്രമല്ല, ഇതേപോലുള്ള അലൈഡ് ഹെൽത്ത് കോഴ്സസിനെ കുറിച്ച് അറിയാതെ പോകുന്നുണ്ട് പേരൻസ്. ശരിക്കും നേഴ്സുമാരെ കഴിഞ്ഞും ടോപ്പിൽ നിൽക്കുന്നവരാണ് ഈ മെഡിക്കൽ പ്രൊഫഷനിലെ അലൈഡ് ഹെൽത്ത് പ്രൊഫഷനിലുള്ളവർ. പക്ഷെ അത് കൂടുതലായിട്ടും ആരും അറിയുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ നേഴ്സിങ്ങിനെ പോലെ അത്രയും ഇമ്പോർട്ടൻ്റ് ആണ് ഈ പറഞ്ഞ പോലെ അലൈഡ് ഹെൽത്ത് കോഴ്സസ്. ഇനിയിപ്പോൾ ഡിഗ്രിയിലോട്ട് വരുവാണെന്നുണ്ടെങ്കിൽ വേറൊന്നും ഞാൻ പറയുന്നില്ല, നോർമൽ പ്ലാനിനെ കഴിഞ്ഞും നല്ലത് BCA പ്ലാൻസ്, പിന്നെ ഇല്ലാന്നുണ്ടെങ്കിൽ BBA ഏവിയേഷൻ പ്ലാൻസ്, അങ്ങനെയുള്ള പ്ലാൻസുകൾ, ആഡ് ഓൺ പ്ലാൻസുകൾ എടുക്കാൻ വേണ്ടി എപ്പോഴും ശ്രമിക്കുക പിള്ളേർ. നേരത്തെ പറഞ്ഞു മെഷീൻ ലേണിങ്, പിന്നെ അതേപോലെ തന്നെ ക്ലൗഡ് കമ്പ്യൂട്ടിങ്, എത്തിക്കൽ ഹാക്കിങ്, അങ്ങനെയുള്ള ഒരുപാട് കോഴ്സുകളുണ്ട്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, അങ്ങനെയുള്ള ഒരുപാട് കോഴ്സുകളുണ്ട്. അതിന് നല്ല ഓപ്പർച്യൂണിറ്റീസ് നമുക്ക് വരുന്നുണ്ട്. വിത്ത് ഇതേപോലെ തന്നെ വിത്ത് പ്ലേസ്മെൻറ്റോട് കൂടിയാണ് എല്ലാ കോളേജുകളും
കൊടുക്കുന്നത്. അതായത് മംഗലാപുരത്തോട്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് SCS കോളേജ് പറയാം. SCS കോളേജിൽ ഫീസ് കുറവാണ് ഹൈലൈറ്റ് ആയിട്ട് നിൽക്കുന്നത്. അതാണ് SCS കോളേജിൻ്റെ വളരെയേറെ പ്രത്യേകത. പിന്നെ അതേപോലെ തന്നെ SCS കോളേജിൽ തന്നെ നമ്മളിപ്പം അസോസിയേറ്റ് ചെയ്യുന്നവർ ഏകദേശം ഒരു കഴിഞ്ഞ വർഷം തൊട്ടിട്ട് നമ്മൾ ഒരു 3 പിള്ളേരെ വെച്ചിട്ട് നമ്മളവിടെ പഠിപ്പിക്കുന്നുണ്ട് ഡിഗ്രി കോഴ്സസിന്. അത് കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നു, ഈ വർഷം ഉണ്ടായിരുന്നു. നമുക്കിനി അത് കണ്ടിന്യൂ ചെയ്ത് പോകണം എന്നാണ് ആഗ്രഹം. പിന്നെ അതേപോലെ തന്നെ ഏറ്റവും ഫീസ് കുറവാണ് ഹൈലൈറ്റ് ആയിട്ട് നിൽക്കുന്നത്. കാരണം പിള്ളേർക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് പഠിക്കുന്നതിനോടൊപ്പം തന്നെ ഓൺ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ട്രെയിനിങ്ങും പിന്നെ അതേപോലെ തന്നെ ബാക്കിയുള്ള പ്ലേസ്മെൻറ്റ് സൗകര്യമാണെന്നുണ്ടെങ്കിൽ പിള്ളേർക്ക് പഠനം കഴിഞ്ഞ് കഴിഞ്ഞാൽ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. കർണാടകയിലായതുകൊണ്ട് കർണാടക സ്റ്റുഡൻസും മറ്റുള്ള സ്ഥലങ്ങളിൽ നിന്ന് വരുന്ന സ്റ്റുഡൻസും കൂടെ ആയതുകൊണ്ട് ഒരു ലാംഗ്വേജിനൊരു പ്രോബ്ലം വരത്തില്ല. മലയാളി സ്റ്റുഡൻസ് അത്യാവശ്യം ഉള്ളതുകൊണ്ട് നമുക്ക് മലയാളത്തിലുള്ള ഫ്രണ്ട്സും അവൈലബിൾ ആണ്. ടീച്ചർമാർക്ക് മലയാളം അറിയാം, കർണാടക അറിയാം. അതുകൊണ്ട് ലാംഗ്വേജിൽ ഒരു ടെൻഷൻ വേണ്ട. പിന്നെ ഹോസ്റ്റൽ ഫെസിലിറ്റീസ് ആണെന്നുണ്ടെങ്കിൽ 100% സെക്യൂർ ആയിട്ടുള്ള കോളേജും ക്ലാസ് റൂമുമാണ്. അതിന് എടുത്തു പറയേണ്ടത് ഉള്ളത് കൊണ്ടാണ് നമ്മൾ എടുത്തു പറയുന്നത്. SCS കോളേജ് നല്ലൊരു കോളേജാണ്. അപ്പോൾ എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ വെച്ചിട്ട് ആർക്കെങ്കിലും ഡിഗ്രി പിന്നെ അതേപോലെ തന്നെ BSc നേഴ്സിംഗ്, ജനറൽ നേഴ്സിംഗ്, ആയുർവേദിക് മെഡിസിൻ ഇത്രയും കോഴ്സുകളാണ് അവിടെ ഉള്ളത്. ഇത്രയും കോഴ്സുകൾ ഇപ്പോൾ 2-3 വർഷം കൂടെ കഴിയുമ്പോൾ SCSന്റെ മെഡിക്കൽ കോളേജ് വരാൻ വേണ്ടി പോവുകയാണ് മംഗലാപുരത്ത്. അത് വൺ ഓഫ് ദ ടോപ്പ് മെഡിക്കൽ കോളേജായിട്ട് മാറും എന്നാണ് വിചാരിക്കുന്നത്. ഇപ്പോൾ ഉള്ള ഏജ് പിന്നെ ഏനപ്പോയ അങ്ങനെയുള്ള കോളേജുകൾ പോലെ തന്നെ മെഡിക്കൽ കോളേജുകൾ പോലെ തന്നെ അതും ഉയർന്നു വരാൻ വേണ്ടി ശ്രമിക്കുകയാണ്. അപ്പോൾ മെയിനായിട്ട് പറയാനുള്ളത് അങ്ങോട്ട് അഡ്മിഷൻ എടുക്കുന്നവർക്ക് യാതൊരു വിധത്തിലും ടെൻഷനില്ല. കാരണം ബാക്കിയുള്ള കോഴ്സുകളെ കഴിഞ്ഞും ബാക്കിയുള്ള കോളേജുകളെ കഴിഞ്ഞും ഫീസ് കുറവാണ് ഹൈലൈറ്റ് ആയിട്ട് നിൽക്കുന്നത്. മറ്റുള്ള ഫീസുകളും ഈ കോളേജിലെ ഫീസും തമ്മിൽ നമ്മൾ നല്ല വ്യത്യാസമുണ്ട്. അപ്പോൾ SCS കോളേജ് ഇത് കാണുന്ന പ്രേക്ഷകർ നമ്മുടെ ഈ പറഞ്ഞ കാര്യങ്ങൾ SCS കോളേജ് ഏറ്റവും ഫീസിൻ്റെ കാര്യത്തിൽ ഏറ്റവും ചെറിയ ഒരു ഫീസാണ് മേടിക്കുന്നത്. അപ്പോൾ നല്ല പഠനമായി മുന്നോട്ട് പോകുന്ന രക്ഷിതാക്കൾ മക്കളോട് പറഞ്ഞ് SCS കോളേജിൽ തന്നെ അല്ലേ ഡിഗ്രി കോഴ്സുകളും പിന്നെ അതേപോലെ തന്നെ മെഡിക്കൽ GNM പോലെയുള്ള കോഴ്സുകൾ വരുമ്പോഴും നമുക്ക് അങ്ങോട്ട് യൂസ്ഫുള്ളാണ്. ഡിഗ്രിയാണ് മെയിനായിട്ട് എനിക്ക് പറയാനുള്ളത്. കാരണം എന്താ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഡിഗ്രിക്കാണ് നമുക്ക് ഫീസ് കുറവ് അവിടെ. കാരണം ഇപ്പോൾ അടുത്തുള്ള ശ്രീദേവി കോളേജ്, ശ്രീനിവാസ് കോളേജ്, ഏനപ്പോയ കോളേജ് ഇവരെയൊന്നും കുറ്റം പറയുന്നതല്ല. പക്ഷെ ഇവിടെയൊക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഫീസ് കുറവ്. അത് മാംഗ്ലൂർ യൂണിവേഴ്സിറ്റിയാണ് വരുന്നത്. മാംഗ്ലൂർ യൂണിവേഴ്സിറ്റി. +2 ഡിഗ്രി ഒക്കെ കഴിഞ്ഞ് ഇപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ മലയോര മേഖലയാണ്, കാർഷിക മേഖലയെ ആശ്രയിച്ച് ജീവിക്കുന്ന ഒരുപാട് കുടുംബങ്ങളുണ്ട്. അപ്പോൾ അവിടെ നിന്നൊക്കെ വരുന്ന കുട്ടികൾക്ക് സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അവരെ നമ്മൾ പ്രത്യേകം അവർക്ക് വേണ്ടി എന്താണ് ചെയ്തത്? നമ്മൾ ഇപ്പം നമ്മുടെ കേരളത്തിൽ നിന്ന് വരുന്ന സ്റ്റുഡൻസിന്, അതായത് ഏത് സ്ഥലത്തു നിന്ന് വരുന്ന സ്റ്റുഡൻസിനായാലും നമ്മൾ സ്കോളർഷിപ്പ് കൊടുക്കുന്നുണ്ട്. സ്കോളർഷിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കോളേജിൽ നിന്ന് ഒരു സ്കോളർഷിപ്പ് വേറെ തന്നെ നമുക്ക് കിട്ടുന്നുണ്ട്. അതല്ലാതെ നമ്മുടെ ഭാഗത്തു നിന്നും നമ്മളൊരു സ്കോളർഷിപ്പ് പിള്ളേർക്ക് കൊടുക്കുന്നുണ്ട്. അത് നമ്മൾ കൊടുക്കുന്നത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏകദേശം 5000 തൊട്ടിട്ട് 1,00,000 രൂപ വരെ നമ്മൾ സ്കോളർഷിപ്പ് എല്ലാ സ്റ്റുഡൻസിനും കൊടുക്കുന്നുണ്ട്. ഇപ്പം പേരൻസ് ആയാലും ഒരു ടെൻഷൻ, ഏജൻസി വഴി മുഖേന വന്നു കഴിഞ്ഞാൽ അവർ പൈസ തട്ടിയെടുത്തുകൊണ്ട് പോകും എന്നുള്ളതൊക്കെയാണ് മൊത്തത്തിൽ പറഞ്ഞ് ഇപ്പം പരത്തുന്ന ഒരു കാര്യം. അതിനെ നമ്മൾ മാറ്റുകയാണ് ഈ ശരിക്കും ഇതിലൂടെ ചെയ്യുന്നത്. അപ്പോൾ 5000 തൊട്ടിട്ട് ഏകദേശം 1,00,000 രൂപ വരെ നമ്മൾ പിള്ളേർക്ക് സ്കോളർഷിപ്പ് നമ്മൾ കൊടുക്കുന്നുണ്ട് നിലവിൽ. അതുപോലെ തന്നെ പിള്ളേരെ നമ്മളൊരു 3 പിള്ളേരെ വെച്ചിട്ട് നമ്മൾ എല്ലാ വർഷവും പഠിപ്പിക്കുന്നുമുണ്ട്. അപ്പോൾ എന്ന് പറയുമ്പോൾ ഫ്രീ ആയിട്ട് തന്നെ. അത് വേറെ ഫീസോ കാര്യങ്ങളോ പേയ്മെൻറ്റോ ഒന്നും മുടക്കേണ്ട ആവശ്യമില്ല. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യോഗ്യതയുള്ള പിള്ളേർ, കാരണം എന്താ വെച്ചാൽ സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന പിള്ളേർ, പിന്നെ അതേപോലെ തന്നെ പഠിക്കാൻ മിടുക്കരായിട്ടുള്ള പിള്ളേർ, അത് ബോയ്സ് ആവാം ഗേൾസ് ആവാം. പിന്നെയുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ പിള്ളേർക്ക് 3 വർഷം പഠിക്കാൻ വേണ്ടിയുള്ള എല്ലാ സൗകര്യങ്ങളും ഒരുക്കി കൊടുക്കുന്നു നമ്മൾ. പിന്നെ അതേപോലെ തന്നെ പഠിക്കാൻ മിടുക്കരായിട്ടുള്ള സ്റ്റുഡൻസിന് കൂടുതലായിട്ട് നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നു. അപ്പോൾ നമ്മുടെ ഏഞ്ചൽസ് എഡ്യൂക്കെയർ കുട്ടികളെ ഉന്നത വിദ്യാഭ്യാസ രംഗത്തേക്ക് കൈപിടിച്ചുയർത്തുമ്പോൾ സാമ്പത്തികമായിട്ട് പിന്നോട്ട് നിൽക്കുന്നവരെ ഒരുപാട് സഹായിക്കുന്നുണ്ട്. അതൊരു ഏറ്റവും നല്ലൊരു പുണ്യ പ്രവൃത്തി തന്നെയാണ്. അപ്പോൾ നമ്മുടെ എഡ്യൂക്കെയറിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത തന്നെയാണ്, നമ്മുടെ ഏഞ്ചൽസ് എഡ്യൂക്കെയറിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത തന്നെയാണത്.
അപ്പോൾ ഇവിടെ ഇപ്പോൾ നമ്മൾ അഖിൽ സാറിനോട് സംസാരിച്ചപ്പോൾ +2 കഴിഞ്ഞ് ഡിഗ്രി കഴിഞ്ഞ് ഉന്നത വിദ്യാഭ്യാസത്തേക്ക് പഠന രംഗത്തേക്ക് പോകുന്ന കുട്ടികൾക്ക് വളരെ നല്ല രീതിയിലുള്ള സുരക്ഷ ഒക്കെ ഒരുക്കിയിട്ടാണ് അവർക്ക് പാരൻസിന് ഒരു പേടിയോ കാര്യമോ ഒന്നും വേണ്ട. അപ്പോൾ ഒരുപാട് കോഴ്സുകൾ കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മുടെ ഈ ഒരു ഏഞ്ചൽസ് എഡ്യൂക്കെയറിന്റെ യാത്ര തുടരുകയാണ്. ഇപ്പോൾ 10 വർഷമല്ലേ? 10 വർഷമായി. നമ്മുടെ വെളിമാനത്ത് സ്റ്റാർട്ട് ചെയ്തിട്ട് ഏകദേശം വെളിമാനം സ്റ്റാർട്ട് ചെയ്തിട്ട് 3 വർഷമായിരുന്നു. 3 വർഷം എടൂരുണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഓഫീസ് വരുന്നത് മൊത്തം ഇപ്പം 4 ബ്രാഞ്ചാണുള്ളത്. ഒന്ന് വെളിമാനം, പിന്നെ അതേപോലെ തന്നെ കാസർഗോഡ്, മംഗലാപുരം, ബാംഗ്ലൂർ. നമുക്ക് 4 ഓഫീസാണുള്ളത്. എന്താണ് നമ്മുടെ മാതാപിതാക്കൾ രക്ഷിതാക്കളോട് പറയാനുള്ളത് നമ്മുടെ എഡ്യൂക്കെയറിനെ കുറിച്ച് നമ്മുടെ ഒന്ന് ചുരുങ്ങിയ വാക്കിൽ? പേരൻസിനോടും എല്ലാവരോടും പറയാനുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യുക. നമ്മൾ എന്താ പറയുക, ഒരുപാട് കൺസൾട്ടൻസി ബേസിൽ നമ്മൾ ഒരുപാട് ക്രമക്കേടുകൾ നടക്കുന്ന കൺസൾട്ടൻസി ഉണ്ട്. അതിനെ മാറ്റിമറിച്ചുകൊണ്ട് നമ്മൾ അതിൽ നിന്ന് എന്താണ് വ്യത്യസ്തമായിട്ട് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. കാരണം പിള്ളേർക്ക് വേണ്ടി നമ്മൾ ആ പിള്ളേരുടെ അധ്യയന വർഷം മൊത്തം നമ്മൾ പിള്ളേരുടെ കൂട്ടത്തിലുണ്ട്. ആ പിള്ളേർ കോഴ്സിന് ചേരുന്ന തൊട്ടിട്ട് ആ കഴിയുന്നോടം വരെ നമ്മൾ കൂട്ടത്തിലുണ്ട്. നമ്മൾ പാതി വഴി ഇട്ടിട്ട് പോകില്ല. അതുകൊണ്ട് ധൈര്യമായിട്ട് അഡ്മിഷനും കാര്യങ്ങളും എടുക്കാൻ തയ്യാറാവാം. അതുകൊണ്ട് അത്രയ്ക്കേ ഉള്ളൂ പറയാൻ വേണ്ടി മെയിനായിട്ട്. ഓക്കെ, അത് വളരെ സുരക്ഷിതമായിട്ടുള്ള ഒരു സ്ഥാപനമാണ്. അപ്പോൾ ജോയിൻ ചെയ്ത് തൊട്ട് അവിടെ നിന്ന് പഠനം തീരുന്നത് വരെ ഇവരുടെ എല്ലാ സപ്പോർട്ടും, അതോടൊപ്പം തന്നെ ഇവർ തരുന്ന ഒരു വാക്കാണ് സുരക്ഷിതത്വം. വിദ്യാർത്ഥികളുടെ സുരക്ഷിതത്വം എപ്പോഴും ഇവരുടെ കയ്യിലാണ്. അപ്പോൾ അത്രയും വിശ്വസിച്ച് നമുക്ക് ഏഞ്ചൽസ് എഡ്യൂക്കെയറിനെ നമ്മളെ മക്കളെ ഉന്നത പഠനത്തിന് അയക്കാം. അപ്പോൾ ഇത് കാണുന്നവർ നമ്മുടെ ഈ ഏഞ്ചൽസ് എഡ്യൂക്കെയറിൻ്റെ ഫോൺ നമ്പറും ഒക്കെ നമ്മൾ ഇവിടെ കൊടുക്കുന്നുണ്ട്. എല്ലാവരും ഒന്ന് വിളിച്ച് അന്വേഷിച്ച് കാര്യങ്ങളൊക്കെ അറിയുക. അപ്പോൾ ഇത്രയും നേരം ഈ ഒരു വലിയ തിരക്കാണ്, ഇപ്പോൾ അഡ്മിഷൻ്റെ ഒക്കെ തിരക്കുള്ള സമയത്താണ്. അപ്പോൾ ഇത്രയും ഈ ഒരു ചുരുങ്ങിയ സമയം നമുക്ക് വേണ്ടി തന്നതിന് നന്ദി. താങ്ക് യു. യെസ്.